ലഫീർ മുഹമ്മദും ശിവശങ്കരനും എന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരാണ്. ബഹുമാനപ്പെട്ട VD സതീശ 2022 ജൂലൈ മാസം 23 താങ്കൾക്കിപ്പോ മറവി രോഗം ബാധിച്ചിട്ടില്ലെങ്കിൽ അന്ന് താങ്കൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതൊന്ന് ഓർത്തെടുക്കണം. അന്ന് നിങ്ങൾ പറഞ്ഞത് സ്വപ്ന സുരേഷ് പറയുന്നത് കേവലം ആരോപണങ്ങൾ മാത്രമല്ല, സ്വപ്ന പറഞ്ഞത് മുഴുവൻ യാഥാർത്ഥ്യമാണെന്ന് സയന്റിഫിക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു. എങ്ങനെയാ ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞത്? സ്വപ്നയുടെ വാട്സ്ആപ്പ് ചാറ്റ് വീണ്ടെടുത്തപ്പോ സ്വപ്ന സുരേഷിന് കേരളത്തിലെ ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന സ്പീക്കർക്ക്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അടക്കം വിദേശത്തുള്ള ചിലരുമായി ബന്ധമുണ്ട്. അങ്ങനെ ആ കറക്ക് കമ്പനിയുടെ തീരുമാനപ്രകാരമാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഈജിപ്ഷ്യൻ പൗരൻ കടത്തിയിട്ടുള്ള ആ ഡോളറുകൾ മുഴുവൻ വിദേശത്ത് വെച്ച് ലഫീർ മുഹമ്മദ് മുഴുവൻ വാങ്ങിച്ചത്. അപ്പൊ ഒന്നാം തരം കാട്ട് കള്ളനെയാണ് ഈ പവിത്രമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന NITയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞത് ഈ ലഫീർ മുഹമ്മദ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണനെയൊക്കെ കൂട്ടിയിട്ട് മിഡിൽ ഈസ്റ്റിൽ ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആലോചനയിട്ടിട്ടുണ്ട്. സ്വപ്ന സുരേഷും ലഫീർ മുഹമ്മദും ശ്രീരാമകൃഷ്ണനും അതേപോലെ തന്നെ ശിവശങ്കറും കൂടി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ എന്നെ റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഈ രാജ്യത്തിന് എല്ലാ മേഖലകളിലും വികസനത്തിന്റെ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും പുതിയ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാനും അതിന് സംഭാവന ചെയ്യുന്ന പവിത്രമായിട്ടുള്ള രാജ്യത്തിന്റെ പല വിദഗ്ധമായിട്ടുള്ള അന്വേഷണങ്ങളും വിദഗ്ധ ഒപ്പീനിയൻ നേടാനൊക്കെ ഇതിന്റെ ഉള്ളിലാ വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ രാജ്യത്തിനെതിരായിട്ട് താല്പര്യമുള്ള ഒരാളെ പിടിച്ച് ഭരണസമിതിയിലിട്ടാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ലഫീർ മുഹമ്മദിന് ഈ രാജ്യത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള, പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത് കേസ് പ്രതിയുമായി ബന്ധമുള്ള ആളാണ്. ആ പ്രതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരേ ഒരു നമ്മുടെ ചരടിൽ കോർത്തിണക്കിയിട്ടുള്ള മുത്തുപോലെയാണ് ഈ സ്വപ്ന സുരേഷും ലഫീർ മുഹമ്മദും അതേപോലെയുള്ള പ്രതികൾ, ഈജിപ്ഷ്യൻ പൗരനൊക്കെ. ഇപ്പൊ നിങ്ങൾ നോക്ക്, അദ്ദേഹത്തെ ഇതിന്റെ ഉള്ളിൽ കയറ്റാൻ സാധിക്കുമോ? ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസിന്റെ നേതൃത്വമേ, മുസ്ലിം ലീഗിന്റെ നേതൃത്വമേ, പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ളതാണോ ഈ NITയുടെ ഭരണസമിതിയിലേക്ക് നിങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള യോഗ്യത? ഞങ്ങൾക്കറിയണം. സ്വപ്ന സുരേഷിന്റെ കൂട്ടു പങ്കാളിയായിരുന്നു എന്നുള്ളതാണോ യോഗ്യത? VD സതീശൻ പറയട്ടെ. ഞങ്ങൾ ഓരോരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്ത. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളല്ല, VD സതീശനല്ല, അതിലും വലിയ ആള് വിചാരിച്ചാലും എന്തായാലും ഭരണസമിതി യോഗത്തിലേക്ക് ഈ ക്രിമിനലിനെ ഞങ്ങൾ കയറ്റാൻ അനുവദിക്കില്ല. അത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. പോട്ടെ, ഞങ്ങളെ തീരുമാനിച്ചത്. അത് 1 കൊല്ലം കഴിഞ്ഞു വന്നാലും 1.5 കൊല്ലം കഴിഞ്ഞു വന്നാലും ഇനി അടുത്ത ആഴ്ച തന്നെ വന്നാലും ലഫീർ മുഹമ്മദിനെ ഈ NIT കളങ്കിതമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, കളങ്കപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല.